5 വർഷമായി കിഡ്നി സംബന്ധമായ അസുഖത്താൽ ദുരിതമനുഭവിക്കുകയാണ് സുരേഷ് ബാബു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിർദ്ദേശപ്രകാരം കൊല്ലം മെഡിസിറ്റിയിൽ ESIയുടെ സഹായത്താലാണ് ചികിത്സ നടന്നുവരുന്നത്. ആഴ്ചയിൽ 2 ഡയാലിസിസ് മുടങ്ങാതെ ചെയ്തു വരുന്നതിനാൽ കുടുംബം ദുരിതത്തിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കൊരു ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എല്ലാ നല്ലവരായ ആൾക്കാരിൽ നിന്നും, എല്ലാ നല്ല ജനങ്ങളിൽ നിന്നും, നിങ്ങളുടെ ഓരോരുത്തരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ അന്വേഷിക്കുവാനും എനിക്ക് സ്പോൺസറെ കണ്ടെത്തി തരുവാനൊക്കെയും നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ്. കാരണം മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ ചാനലിന് മുന്നിൽ ഞാൻ എൻ്റെ മനസ്സ് ഞാൻ തുറക്കേണ്ടി എനിക്ക് വന്നിരിക്കുന്നത്. ഓടിളകിയതും പൊടിയുമായതിനാൽ രോഗബാധിതനായ സുരേഷിന് വീട് വാസയോഗ്യമല്ല. നൊമ്പരങ്ങളും ദുരിതങ്ങളും നിരന്തരം വേട്ടയാടുന്ന ഒരു ജീവിതമായി മാറിയിരിക്കുകയാണ് സുരേഷിൻ്റെ കുടുംബം. കൊച്ചു കുഞ്ഞുങ്ങളാണ്, 6-9 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണം. അപ്പം അതിനുള്ള സാഹചര്യം കിട്ടണമെങ്കിൽ ഭർത്താവ് സുഖം പ്രാപിച്ചു വന്നാലേ ഞങ്ങൾക്കതിന് കഴിയത്തുള്ളൂ. അപ്പം എത്രയും പെട്ടെന്നൊരു ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്ക് ഒരുക്കി തരണം. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കിട്ടിയിരുന്ന തുച്ഛമായ ശമ്പളത്തിലായിരുന്നു കുടുംബം മുന്നോട്ട് പോയിരുന്നത്. രോഗം വില്ലനായി എത്തിയതോടെ സുരേഷിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയായിരുന്നു. സുമനസ്സുകളുടെ സഹായത്താൽ മാത്രമേ ഈ കുടുംബത്തിന് വെളിച്ചം നൽകാൻ കഴിയുകയുള്ളൂ. സഹോദരിമാരുടെ വിവാഹാവശ്യത്തിനായി വീടിൻ്റെ പ്രമാണവും സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈൻഡ് വിഷൻ TV.